റോഡിനെ പരിഗണിച്ചിട്ടുള്ളത്. റോഡും വന്നിട്ടാണ് ഓർ ഇങ്ങനെ ഇതാക്കുന്നത്. ഞാൻ കൊണ്ടുന്നില്ല, പക്ഷെ ഞാൻ പറയുന്നത് എന്താ പറഞ്ഞിട്ട് വിട്ടിട്ട് ഞങ്ങൾ നിർത്തിയത് ഇലക്ഷന് വേണ്ടെന്ന് പറഞ്ഞിട്ട്. എല്ലാവരും കണക്കാക്കാൻ എല്ലാവരും രാത്രി വന്നിട്ട് മെമ്പർ വന്നിട്ട് ഇരുന്നുമ്പോൾ എല്ലാവരും ഒന്നായി. അത് ഇത്ര ആൾ വീണ് എത്ര വണ്ടീനെ അടി പോകുന്നുണ്ട്, ആരും കണ്ടോ എന്ന് പറയുന്നാലേ ഇല്ലേ. അതൊരു ഇത് എന്ത് വർഗീയ പാർട്ടിയാണ്. ഞാൻ പറയാം അദ്ദേഹത്തിന്റെ വികാരമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 4 വർഷം അതെ അത് ഒരേ നാളെ വികാരം ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു ഇതില്ല കാലൊന്ന് റോഡാക്കി തന്നെ എത്ര ഫീറ്റ് റോഡ് മുസ്ലിം ലീഗ് കാൻഡിഡേറ്റായ AK അഷ്റഫ് ഭരിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലെ MLA വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണ്. തൃപ്തനാണ്. ഇപ്പോൾ നിലവിൽ തൃപ്തനാണ്. തൃപ്തനല്ല, പൂർണ്ണമായും തൃപ്തരാണ്. തൃപ്തനില്ല അല്ല. വികസന പ്രവർത്തന തൃപ്തനാന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ യുവ തലമുറയിലുള്ള ഒരു MLA ആണ് നമ്മുടെ MLA. ഈ ചില ഞങ്ങൾ ഈ പരിസര റോഡ് ഉണ്ടല്ലോ, റോഡിൻ്റെ നന്ന പ്രോബ്ലം ഉണ്ട്. ചില 10 साल से हम लोग कोशिश कर रहे हैं रेलवे स्टेशन के लिए, लेकिन कुछ नहीं हो रहा था. തൃപ്തനാണ്. തീർച്ചയായും തൃപ്തനാണ്. നല്ലൊരു MLA ആണ്. തൃപ്തനില്ല സാർ. നല്ല പ്രവർത്തനമാണ്. അതെ, തൃപ്തനാണ്. 14 ജില്ലകളിലൂടെ 140 മണ്ഡലത്തിലേക്കുള്ള റീൽ ഇന്ത്യ വിഷന്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ഏകദേശം 3 മണ്ഡലം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായിട്ട് കാസർഗോഡ്, കാനങ്ങാട്, ഉദുമ എന്നീ മണ്ഡലത്തിൻ്റെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടു. ഇന്ന് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായമാണ് കേൾക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് കാൻഡിഡേറ്റായ AK അഷ്റഫ് ഭരിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലെ MLA വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണ്.